Hi, I am Dilna. Good evening to all. Today we are going to discuss about the subject microbiology. Microbiology is a big branch of subject which is consisting of large number of sub branches. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് COVID-19 ഇൻഫെക്ഷൻ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷനെ കുറിച്ച് പഠിക്കുന്നത് വൈറോളജി എന്ന പേരുള്ള ഒരു ബ്രാഞ്ചിലാണ്. കാരണം കൊറോണ വൈറസ് ആണ് ഈ ഒരു ഡിസീസ് കോസിങ് ഏജന്റ് എന്ന് പറയുന്നത് കൊറോണ വൈറസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വൈറോളജി ബ്രാഞ്ചിനകത്തോട്ടായിരിക്കും ഇത് വരുന്നത്. ബട്ട് വൈറോളജി ബ്രാഞ്ച് ഇസ് എ സബ് ബ്രാഞ്ച് ഓഫ് അവർ മൈക്രോബയോളജി. അപ്പം മൈക്രോബയോളജി എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു ബ്രാഞ്ചാണ്. ഒരുപാട് സബ് ബ്രാഞ്ചസിനെ കുറിച്ച് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ഷോ യു സം സ്ലൈഡ്സ്. Before entering into the subject microbiology, we must know what is a microorganism. മൈക്രോ ഓർഗാനിസം എന്താണ് എന്നതിനെ കുറിച്ച് ആദ്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസം ഏത് കിങ്ഡത്തിന്റെ കീഴിലാണ് വരുന്നത്? കാരണം എല്ലാവർക്കും അറിയാം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഒരു കിങ്ഡത്തിനകത്തായിട്ടായിരിക്കും മൈക്രോബ്സിന്റെ പ്രസൻസ് ഉണ്ടാവുക. Microbes are a heterogeneous group of several distinct classes of living things. They are classified under the kingdom Protista. Based on the differences in their cellular organization and biochemistry, the kingdom Protista divided into two groups, prokaryotes and eukaryotes. Prokaryotes include bacteria, blue-green algae. Eukaryotes include algae, fungi and protozoa. ഇത് ഓൾറെഡി നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് പ്രൊകാരിയോട്സിന്റെയും യൂകാരിയോട്സിന്റെയും ഡിഫറൻസസ് എന്നെല്ലാം പറയുന്നത്. The subject microbiology is concerned with the study of microorganisms invisible to our eye. Microorganisms have both beneficial and harmful effects. Beneficial effects are fermentative production of commercially valuable products like food items, antibiotics, vitamins, etc. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഒരു ഏരിയ ആണത്. അതായത് ഒരുപാട് മൈക്രോബ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക. ആ പ്രോഡക്റ്റ് ചുമ്മാ ഉണ്ടാക്കുന്നതല്ല, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് വേസ്റ്റ് ഐറ്റംസിൽ നിന്നുമായിരിക്കും മിക്കവാറും ആ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. വേസ്റ്റ് ആയിട്ട് നമ്മൾ തള്ളിക്കളയുന്ന സബ്സ്റ്റൻസസ് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് പുതിയ പുതിയ പ്രോഡക്ട്സ്, വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു മെയിൻ യൂസ് ആണ്, ബെനിഫിഷ്യൽ യൂസ് ആണ്. സെക്കൻഡ് വൺ, ഡീകമ്പോസിങ് ഓർഗാനിക് മാറ്റർ ആൻഡ് ദസ് റീസൈക്ലിംഗ് ദ ബോഡി ഓഫ് ഡെഡ് മാറ്റേഴ്സ്. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നേച്ചറിൽ നമ്മൾക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. കാരണം ഏതൊരു ലിവിങ് ബോഡിയും ആഫ്റ്റർ their death they must undergo decomposition. Otherwise it will pile up in our atmosphere and may cause pollution and different types of diseases. So they must undergo degradation or decomposition or deterioration. ഈ ഒരു പ്രോസസ് നടന്നേ തീരുള്ളൂ ഏതിൻ്റെ കേസിലായാലും. Some microorganisms can be used as a source of protein in food and feed. ഫുഡും ഫീഡും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും അറിയില്ലേ? ഫീഡ് എന്നത് ആനിമൽസിന്റെ കേസിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടേം ആണ്. ഫുഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കേസസിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാം. കാരണം പ്രോട്ടീൻ മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് ആനിമൽസും പ്ലാന്റ്സും ആണ് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഇൻഫെക്ഷനോ ക്ലൈമറ്റിക് വേരിയേഷനോ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോട്ടീൻ അവൈലബിലിറ്റി കുറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോബ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദെൻ മൈക്രോ ഓർഗാനിസംസ് ഫോം റിലേഷൻഷിപ്പ് വിത്ത് പ്ലാന്റ് റൂട്ട്സ് to provide important nutrients and plants in turn provide shelter to them. ഇതും നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റൈസോബിയം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. റൈസോബിയം ബാക്ടീരിയം. ഈ റൈസോബിയം ബാക്ടീരിയം യൂഷ്വലായിട്ട് പീ പ്ലാന്റ്, ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിലായിട്ട് അവർ ഇൻഹാബിറ്റൻ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ ചുമ്മാ ഇൻഹാബിറ്റൻ്റ് ആയിട്ട് അവിടെ കിടക്കുകയല്ല ചെയ്യുന്നത്. ദേ ആർ ഹാവിങ് ദ എബിലിറ്റി ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസ്, സൾഫർ എക്സെട്ര. അതിന് പകരമായിട്ട് പ്ലാന്റ്സ്, അതായത് സിംബയോട്ടിക് റിലേഷനാണ്, അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു റിലേഷനാണ് ഇവിടെ ഉള്ളത്. ദറ്റ് ഈസ് ദേ ആർ പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ്. അറ്റ് ദ സെയിം ടൈം plants in turn provide shelter to them. Then, single-celled microorganisms have been produced in bulk amount and formulated to use in a manner similar to chemical insecticides. അപ്പോൾ കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ദ കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഓർ പെസ്റ്റിസൈഡ്സ് വിൽ ബി എഫക്റ്റിംഗ് ദ aquatic system, then our whole atmosphere, land, then everywhere you are able to see the traces of chemical insecticides. If we have used chemical insecticide in a field, they will be affecting our body also. ഇപ്പം നമ്മളൊരു വെജിറ്റബിൾ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ് വാഷിംഗ് ആണ്. വാഷിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ദറ്റ് ഈസ് ഇൻ ഓർഡർ ടു റിമൂവ് പെസ്റ്റിസൈഡ്. We can use turmeric solution, salt, vinegar solution, etc. in order to carry out the washing process. അപ്പോൾ ഈ വാഷിംഗ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ that is almost some of the pesticide molecule may retain, but most of the molecules will be washed out. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഷിംഗ് പ്രോസസ് നടത്തുന്നത്. Then they breaks down and utilize chemical and biological waste in the sewage and helps to produce biogas. ഇത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ആണ്. അതായത് നമ്മുടെ ദറ്റ് ഈസ് നേച്ചറിലുള്ള കെമിക്കൽ വേസ്റ്റും ബയോളജിക്കൽ വേസ്റ്റും ഒരേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് പ്രസൻ്റ് ആണ്. ദെൻ ആഫ്റ്റർ യൂട്ടിലൈസേഷൻ ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് സം മെറ്റബോളൈറ്റ്. ആ മെറ്റബോളൈറ്റിനൊരു എക്സാമ്പിളാണ് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ദെൻ ഹാംഫുൾ ഇഫക്ട്സും ഇതേപോലെയുണ്ട്. മെയിനായിട്ടുള്ള ഹാംഫുൾ ഇഫക്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോസിങ് ലാർജ് നമ്പർ ഓഫ് ഡിസീസസ്. ദെൻ സെക്കൻഡ് വൺ, ദേ കോസ് കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ് ഇൻ ഫുഡ് ഐറ്റംസ്. മൈക്രോബയോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ആൽഗെ ആൻഡ് പ്രോട്ടോസോവ. ദെൻ ദ സ്കോപ്പ് ആൻഡ് റെലവൻസ് ഓഫ് മൈക്രോബയോളജി. നമ്മൾ ഈ ഒരു സ്കോപ്പ് ആൻഡ് റെലവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൽ കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിന് കീഴിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. പിന്നെ അതേപോലെ ഒരുപാട് സബ് ബ്രാഞ്ചസിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ബ്രാഞ്ചിനും കീഴിലായിട്ട് കുറേ ടോപ്പിക്സ് കവേർഡ് ആവുകയാണ് ചെയ്യുന്നത്. Microorganisms are found almost everywhere, having very small size, micrometer measurement ആണ് അവരുടെ സൈസ് എന്ന് പറയുന്നത്, and affect human society in countless ways. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഹാംഫുൾ എഫക്റ്റും അതേപോലെ തന്നെ ബെനിഫിഷ്യൽ എഫക്റ്റും ഉണ്ട്. ഇറ്റ് ഹാസ് ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ മെഡിസിൻ, അഗ്രികൾച്ചർ, ഫുഡ് സയൻസസ്, ഇക്കോളജി, ജെനറ്റിക്സ്, ബയോകെമിസ്ട്രി ആൻഡ് മെനി അതർ ഫീൽഡ്സ്. Microbiology has both basic and applied aspects. In basic aspects, discussing about history, contributions of different scientists. അതായത് ഒരുപാട് സയൻറ്റിസ്റ്റ് എല്ലാവരും നല്ല നല്ല എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ചെയ്ത എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയിരുന്നില്ല. വളരെ ചുരുക്കം സയൻറ്റിസ്റ്റ് ചെയ്ത എക്സ്പെരിമെന്റ് മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഫെയിലിയർ ആയിട്ടുള്ളവരെ കുറിച്ചും അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ കുറിച്ചും ഡിസ്കസ് ചെയ്യാറുണ്ട്. ടൈപ്സ് ആൻഡ് വർക്കിംഗ് ഓഫ് മൈക്രോസ്കോപ്പ്. കാരണം മൈക്രോബ്സിനെ കുറിച്ച് സ്റ്റഡി നടത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് മൈക്രോസ്കോപ്പ്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള സ്റ്റഡിയും നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ്. ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ അനാറ്റമി എങ്ങനെയാണ്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ് യൂസിങ് സ്റ്റെയിനിങ്. മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മൈക്രോബ്സിന് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ട ഒരു മെയിൻ ടെക്നിക്കാണ് സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൾച്ചർ മീഡിയ ആൻഡ് മെത്തേഡ്സ് യൂസിങ് ഫോർ ഐസൊലേഷൻ, കൾട്ടിവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. കാരണം നിങ്ങൾക്കറിയാം മൈക്രോബ്സ് എപ്പോഴും നേച്ചറിലൊരു മിക്സഡ് ഗ്രൂപ്പായിട്ടായിരിക്കും കാണുന്നത്.
ആ മിക്സഡ് ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരു മീഡിയത്തിന്റെ പ്രസൻസിൽ അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി പോസിബിൾ ആവുന്നുള്ളൂ. Then last one is sterilization and disinfection method. In applied aspects, discussing about different important branches of microbiology. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ബ്രാഞ്ചിനകത്തും നമ്മൾക്ക് വേണ്ട ടോപ്പിക്സ് കവേർഡ് ആവുകയാണ് ചെയ്യുന്നത്. This branch focus on the study of microorganisms that contaminate and cause spoilage of food, cause foodborne illness, and also on microorganisms used to make fermented foods, pharmaceuticals, vitamins, amino acids, etc. and etc. അപ്പോൾ ഈ ഫുഡ് മൈക്രോബയോളജിക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ് ഓഫ് ഫുഡ് ഉണ്ടാവും, ഫുഡ് ബോൺ ഫുഡ് റിലേറ്റഡ് ഡിസീസസ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ മൈക്രോബ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ്, മെയിനായിട്ട് ഫുഡ് ഐറ്റംസിനെ കുറിച്ചും അതുകൂടാതെ വേറെ പ്രോഡക്ട്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Medical microbiology. This branch concerned with the study of pathogens that infect humans, the disease they cause, their diagnosis, prevention and treatment. അപ്പം നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾക്ക് ഈ COVID-19 കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ മെഡിക്കൽ മൈക്രോബയോളജി ബ്രാഞ്ചാണ്. കാരണം അതിനകത്ത് നമ്മൾ പാത്തോജൻസിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്നുണ്ട്, അവർ ഏത് രീതിയിലാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്, സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ അതിനെങ്ങനെ കണ്ടുപിടിക്കാം, ഡയഗ്നോസ് ചെയ്യാം, ദെൻ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം ത്രൂ ഹാൻഡ് വാഷിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ദെൻ ആൻഡ് ഓൾസോ ദ ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് പേഷ്യൻസ്. ദെൻ അബൌട്ട് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ബ്രാഞ്ചാണ്. This branch of microbiology deals with the use of given microorganisms for the production of different types of products. ഒരുപാട് പ്രോഡക്ട്സ്, മേ ബി ഫുഡ് ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ ആൽക്കഹോളിക് ബിവറേജസ് ആവാം, മേ ബി സ്റ്റെറോയിഡ്സ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് ഫ്രം ചീപ്പ് റോ മെറ്റീരിയൽ. ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ നടത്തുന്നത്. And also about different types of bioreactors using for the production process. Fermentation vessels അല്ലെങ്കിൽ ഫെർമെൻറ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊരു പേരാണ് ബയോറിയാക്ടേഴ്സ്. ഈ ബയോറിയാക്ടേഴ്സിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്നുള്ള ബ്രാഞ്ച് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആൻഡ് ഫൈനലി ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് ഒബ്റ്റെയിനിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്. ദെൻ ഒരു പ്ലാന്റിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് സെക്ഷൻ മാത്രം പോരാ, പ്രോസസ്സിംഗ് ഉണ്ടാവും, റോ മെറ്റീരിയൽ കളക്ഷൻ ഏരിയ ഉണ്ടാവും, then raw material collection will be there, then processing area will be there, then packaging area will be there. Apart from this, HACCP will be also there. ഇത് കൂടാതെ നമുക്ക് ഏറ്റവും ഒരു പ്ലാന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ETP ആണ്, എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. കിട്ടുന്ന വേസ്റ്റിനെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാം. ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും കിട്ടുന്ന വേസ്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. സോ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ആയിരിക്കും. Then agricultural microbiology. This branch is concerned with the impact of microorganisms on agriculture. Agricultural microbiologists try to combat with plant diseases that attack food crops. അതായത് മൈക്രോബിയൽ ഡിസീസ്, ചില ഫുഡ് ക്രോപ്സ് മൈക്രോബിയൽ ഡിസീസ് കൊണ്ട് എഫക്റ്റഡ് ആവുന്നുണ്ട്, അതേതാണെന്ന് കണ്ടുപിടിക്കുക, അതിനൊരു റെമഡി. ദെൻ വർക്ക് ഓൺ മെത്തേഡ്സ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് ക്രോപ്പ് ഈൽഡ്. വർക്ക് ഓൺ മെത്തേഡ്സ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി എങ്ങനെ കൂട്ടാം, ദെൻ ക്രോപ്പ് ഈൽഡ് എങ്ങനെ കൂട്ടാം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ വൈറൽ ആൻഡ് ബാക്ടീരിയൽ പാത്തോജൻസ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കെമിക്കൽ ഇൻസെക്ടിസൈഡ്. ബാക്ടീരിയൽ പാത്തോജൻ, വൈറൽ പാത്തോജൻസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ കെമിക്കൽ ഇൻസെക്ടിസൈഡിന് പകരമായിട്ട് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ പാത്തോജൻസിനെ യൂസ് ചെയ്യാം. ഇതാണ് അഗ്രികൾച്ചറൽ മൈക്രോബയോളജിയിൽ ഡീൽ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. Then next is public health microbiology. This branch is closely related to medical microbiology. Medical microbiology ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് this public health microbiology. This microbiologist try to control the spread of communicable diseases. Communicable diseasesന്റെ സ്പ്രെഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കുന്നത്. Then കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
That is the disease which is undergoing highly spreading. They often monitor community food and food establishments and water supplies to keep safe and free from infections. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈസ് ആണ്. കാരണം അതിൽ നിന്നുമാണ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. കാരണം കോമൺ വാട്ടർ സപ്ലൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ സപ്ലൈസിൽ നിന്നും ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പാർട്ട് ഫ്രം ദിസ് വി ആർ checking the contamination of food items also. Thank you.